ഹായ് നമസ്കാരം. ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ട്രാവൽ വ്ളോഗ്സ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയാമെന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുവാണ്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. പല പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചതാണ്, പല പ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാതെ എൻ്റെ ഫോണിൽ കിടന്ന് തുരുമ്പെടുത്ത് പോവുകയാണ് ചെയ്തത്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോണിൻ്റെ മെമ്മറി കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ടൈപ്പ് വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമല്ലോ. പിന്നെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും പലവിധ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ പൊതുജനത്തിൻ്റെ ഇടയിൽ. പൊതുജനം പലവിധം എന്നാണല്ലോ, അപ്പം എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നെഗറ്റീവായിട്ടുള്ള ധാരാളം അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അവന് വേറെ പണിയില്ലേ, വീഡിയോ ആയിട്ട് നടക്കുവാണ്, ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. വേറെ ഒരു തൊഴിലും ജീവിതമാർഗമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയമാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആൾക്കാർ പലവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായത്തെയൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങളെ മുകളിലൊക്കെ എടുത്തിട്ട് മോശം അഭിപ്രായം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് എൻ്റെ നയം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നമിക്കുവാണ് കേട്ടോ. എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മളിപ്പം മനസ്സിലാക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തോരം പരിശ്രമങ്ങളുണ്ട്, എഡിറ്റിങ്ങിനാണെങ്കിലും അപ്പം ഒരു യാത്ര പോകുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ കരുതുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എന്നാണ്. അപ്പം പല ആൾക്കാരും പറയാറുണ്ട് പണിയെടുത്ത് ജീവിക്കട എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആൾക്കാരോട് വേറെ വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊരു പണിയാണ്, ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു മേഖല ഒരു ജോലി തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖലയിൽ ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത്, അവരുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ രണ്ട് കുഞ്ഞു ബഡ്ഡീസ് ആട്ടോ, നമ്മുടെ രണ്ട് മക്കളാണ്. വീട്ടിലുള്ള ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സംസാര ശൈലിയാണ്. അപ്പോൾ ഇതെൻ്റെ രീതിയാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് യാന്ത്രികമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുമായിരിക്കും, കുറച്ച് അച്ചടി ഭാഷയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുമായിരിക്കും. അതൊക്കെ ചിലപ്പം നമ്മുടെ ഓരോ വീഡിയോസൊക്കെ യാന്ത്രികമായിട്ട് തോന്നും. പിന്നെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ലൈവ് വോയിസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ആദ്യത്തെ ഒരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു. അപ്പം ആ ഫോണിന് പറ്റിയൊരു മൈക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ വീഡിയോ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവ് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഒരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഉപയോഗത്തിന് വേണ്ടി. അപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ മാറ്റം കാണുമായിരിക്കുമല്ലോ. അപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൈക്ക് ഈ ഐഫോൺ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലൈവ് വീഡിയോസ് നമ്മൾ കുറച്ച് കുറവായിട്ട് ചെയ്യുന്നത്. ഇനി വീണ്ടും ലൈവ് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നുണ്ട്, പല ഐഡിയാസും ഉണ്ട്. അപ്പം സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം, തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ എനിക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സാസ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർ പുറകെ ഇരുന്ന് കാണിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അവർ ചുമ്മാ തമാശക്ക് ചെയ്യുന്നതാണ്. അപ്പം അവരും കൂടെ കൂട്ടി ഒരു വീഡിയോ എടുത്തപ്പോൾ അവർ പുറകെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതാണ്. അപ്പം അജു കാണിക്കുന്ന കണ്ടുകൊണ്ട് പാത്തും ആ രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഇടുക്കി ബഡ്ഡി എന്നൊരു പേര് സ്വീകരിച്ചതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ബഡ്ഡി എന്ന പേര് സ്വീകരിച്ചത്. അപ്പം നിങ്ങളെ ബഡ്ഡീസ് എന്ന് വിളിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്, സുഹൃത്തുക്കളെ എന്നുള്ള രീതിയിലാണ് ഞാൻ ബഡ്ഡീസ് എന്ന് വിളിക്കുന്നത്. അപ്പം കമന്റുകളിൽ വന്നിട്ടുണ്ടായിരുന്നു ബഡ്ഡീസ് എന്നുള്ള വിളി കുറച്ച് കൂടുന്നുണ്ടെന്ന്. അപ്പം ലാസ്റ്റായിട്ട് വന്ന വീഡിയോസിൽ ഞാൻ ബഡ്ഡീസ് എന്നുള്ള പദം അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെ സംസാര ഭാഷയിൽ കുറച്ച് തപ്പലും തടയലും ഒക്കെ വന്നിട്ടുണ്ട്, അതെൻ്റെ രീതിയാണ്. അത് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരും പൂർണ്ണരല്ലല്ലോ, നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാര്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. അപ്പം കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് അറിയാവുന്ന ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അപ്പം നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും ഒക്കെ കാണാം കേട്ടോ. താങ്ക് യു. ഇടുക്കി ബഡ്ഡി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.
കിട്ടും.